ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവർ ബഞ്ച് എംബ്രോയ്ഡറി ഡിസൈനാണ് കേട്ടോ. ഈ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും അതുപോലെ ഏത് കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ ഈ ഡിസൈൻ വർക്ക് ചെയ്യാം, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ഫ്ലവറിൻ്റെ കളർ കോമ്പിനേഷനും ഡിഫറെൻ്റ് ആക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് ബ്ലാക്ക് സിൽക്കി കോട്ട സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പിങ്ക് ആൻഡ് പീച്ച് പോലൊരു ഷെയ്ഡിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുവാണ്. നമുക്ക് ഡബിൾ കളർ ത്രെഡ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഈ ഒരു കളറിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ നോക്കുക കേട്ടോ, നമ്പേഴ്സ് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടായിട്ട് ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഈ കളേഴ്സ് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഷെയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ലീവ്സ് ചെയ്യുമ്പോഴും ഷെയ്ഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാരിയുടെ കളർ അനുസരിച്ച് ഗ്രീനിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. ഡിഫറെൻ്റ് ടൈപ്പ് ഗ്രീൻ കളേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏത് ഗ്രീനാണ് വേണ്ടതെന്ന് വെച്ചാൽ സാരി വച്ചിട്ട് അതിൽ ത്രെഡ് വെച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ മാക്സിമം ഷോപ്പിൽ പോകുന്ന സമയത്ത് ഈ സാരി ഏത് സാരിയാണോ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സാരി ആയിട്ട് പോവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോ ത്രെഡ് എടുത്ത് വെച്ച് നോക്കും. അങ്ങനെയൊക്കെയാണ് കളർ സെലക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇത് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. ഇത് ഞാനൊരു A4 സൈസ് പേപ്പറിൽ കുറച്ച് വരച്ചു. എന്നിട്ട് ഞാനപ്പോൾ ഡാർക്കായിട്ട് പെൻസിൽ യൂസ് ചെയ്തൊന്ന് വരയ്ക്കുവാണ്. അതായത് ഫസ്റ്റ് നമ്മൾ റഫായിട്ടൊന്ന് ഡ്രോയിങ് ചെയ്യും, അതിനുശേഷം കുറച്ചുകൂടി ഡാർക്കായിട്ട് വരയ്ക്കും. എന്നിട്ട് പെറ്റൽസ് എല്ലാം ഷേപ്പ് വരുത്തിയതിന് ശേഷം ബ്ലാക്ക് മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി മുകളിൽ വരയ്ക്കും. അപ്പോൾ അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഒരു ഇറേസർ എടുത്തിട്ട് പെൻസിലിൻ്റെ മാർക്സ് എല്ലാം റബ്ബ് ചെയ്ത് കളയും. അതിന് ശേഷമാണ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സാരിയിൽ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഫ്ലവർ എങ്ങനെയാണ് ഒരെണ്ണം വരയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ലീഫ് നമുക്ക് വരയ്ക്കാനായിട്ട് ഈസിയായി ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ച് കൊടുത്തത്, അതായത് ഒരു ഓവൽ ഷേപ്പ് പോലെ വരുന്ന രീതിയിൽ വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു സർക്കിൾ വരച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം വരച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കൂടി നിങ്ങളെ കാണിക്കാം. പിന്നെ ഡ്രോയിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങുക. ഒരു 20 പേജസിൻ്റെയൊക്കെ ഡ്രോയിങ് ബുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ബുക്ക് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെൻസിൽ എടുത്തിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് വരച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആ വരയ്ക്കാനുള്ള ഫ്ലോ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരച്ചാൽ മതി. എൻ്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഡ്രോയിങ്ങിലൊന്നും വലിയ എക്സ്പേർട്ട് ആയിരുന്നില്ല. മാക്സിമം പിക്ചർ ട്രേസ് ചെയ്തൊക്കെയായിരുന്നു ആദ്യത്തെ സമയത്ത് വരയ്ക്കാനൊക്കെ കൂടുതൽ ശ്രമിച്ചിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ട്രേസിങ്ങിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വന്ന് ട്രേസ് ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ നോക്കി. അപ്പോൾ നമ്മുടെ കൈക്കൊരു ഫ്ലോ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പതുക്കെ പിക്ചർ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ ഏതെങ്കിലും ഒരു പിക്ചർ കണ്ടാൽ എങ്ങനെ വരയ്ക്കാം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു എവിടെ വേണം, ഏത് പിക്ചർ ഡിസൈനിൽ ഫ്ലവേഴ്സ് എവിടെ വേണം, അങ്ങനെയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ സൈസൊക്കെ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പെറ്റൽസൊക്കെ വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഡാർക്കായിട്ട് വരക്കണം എന്നില്ല. നമ്മളൊന്ന് വരച്ച് എത്ര പെറ്റൽ വരും എന്നൊക്കെ നോക്കിയിട്ട് ഡാർക്കാക്കിയാൽ മതി. ഈ ഒരു ഫ്ലവറിൽ ഞാൻ 5 പെറ്റൽസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഉള്ളിലെ സർക്കിളിൻ്റെ സൈഡിൽ ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുത്തു. എന്നിട്ട് ഓരോ പെറ്റലായിട്ട് വെറുതെ അതായത് നമുക്ക് വരച്ച് നോക്കാം. അതിൽ ചിലപ്പോൾ വേരിയേഷൻ എന്തെങ്കിലും വന്നാൽ ഒരു പെൻ ഇറേസർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ആർക്കും ഈ ഫ്ലവേഴ്സ് വരയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഇമാജിൻ ചെയ്ത ഫ്ലവറിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള സർക്കിളൊക്കെ വരച്ചാൽ നമുക്ക് അതേപോലെ വലിയ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസൈൻ വരച്ചതിന് ശേഷം ഇതേപോലെ മാർക്കർ യൂസ് ചെയ്ത് വരച്ച് ആ പിക്ചറിന് എന്താ പറയുക കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കും. എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മുടെ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒത്തിരി പേരിൻ്റെ അടുത്ത് ഇങ്ങനെ പിക്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ സാരി വാങ്ങുന്ന സമയത്ത് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഡിസൈൻ വലുതാക്കി വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ പോലെ പേപ്പർ നീക്കി വെച്ച് വരച്ചാൽ മതി. ഒരു ഫ്ലവർ കൂടി വരയ്ക്കുന്നത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം കേട്ടോ. സർക്കിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അതായത് ഒരു ക്യാപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ കോമ്പസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ വരയ്ക്കാം. ഞാനിപ്പോൾ റഫായിട്ട് വരക്കുവാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എത്ര പെറ്റൽസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മാർക്കിംഗ് കൊടുക്കുക. അതിന് ശേഷം ഓരോ പെറ്റൽ വരയ്ക്കാം കേട്ടോ. അതുപോലെ ലീഫ് വരയ്ക്കാനായിട്ടാണെങ്കിലും നമുക്ക് ഇതിൻ്റെ സൈഡിൽ എത്ര ലീഫ് ഒരു ബഞ്ച് പോലെ വരുമ്പോൾ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്യുക, എന്നിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്തൊന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംഗിൾ ഫ്ലവേഴ്സായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരയ്ക്കാം. ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്ത്, ചിക്കൻ കാരി വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. കണ്ടോ? ഇനി ഇതെല്ലാം നമുക്ക് മാർക്കർ പെൻ യൂസ് ചെയ്ത് കുറച്ചുകൂടി ഡാർക്കാക്കാം. പിന്നെ ലീവ്സ് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വരക്കാം കേട്ടോ. എങ്ങോട്ട് വേണമെങ്കിലും വരക്കാം. അപ്പോൾ ഇതിന് കണക്ട് ചെയ്തിട്ട് ഞാനൊരു ലീഫും കൂടി കൊടുക്കുകയാണ്. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെം വരയ്ക്കുക. സ്റ്റെം വരച്ചതിന് ശേഷം ഇതേപോലെ ലീഫ് വരയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ലീഫിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിടുക. എന്നിട്ട് അത് വെച്ചിട്ട് മറ്റുള്ള ലീഫും കൂടി വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അതായത് എന്താ പറയുക, നമുക്ക് എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ടുള്ളൊരു ഫ്ലവറും ലീഫുമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഞാനൊരു പിക്ചർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഇതേപോലത്തെ ഒരു ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ ആ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത്. അപ്പോൾ റഫായിട്ട് എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു സാരിയുടെ പിക്ചറാണ് ഇട്ട് തന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരച്ചുണ്ടാക്കിയത്. അതുപോലെ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ചെയ്യാനായിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അഥവാ ബട്ടൺ ഹോൾ സ്റ്റിച്ചും പിന്നെ ലീഫ് ചെയ്യാനായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ എൻ്റെ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ CD മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ CD മാർക്കർ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ പെറ്റൽ വരയ്ക്കുന്നു. അതിന് ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഇറേസർ യൂസ് ചെയ്തിട്ട് പെൻസിൽ മാർക്കറെല്ലാം ഇറേസ് ചെയ്ത് കളയാൻ. ഇതങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഓൾമോസ്റ്റ് ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ വരച്ചതിന് ശേഷം ഒരു ഇറേസർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഇറേസ് ചെയ്ത് കളയുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതുപോലത്തെ ഒരു ഇറേസറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കണ്ടോ? ഇതാ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് യൂസ് ചെയ്യാം. ഇത് ഞാൻ സാരിയിൽ വരച്ചു. അപ്പോൾ ഞാൻ വരച്ചതിന് ശേഷമാണ് വിചാരിച്ചത് നിങ്ങൾ വരയ്ക്കുന്നതൊന്ന് കാണിക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഈ പിക്ചർ സാരിയുടെ താഴെ വെക്കുമ്പോൾ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് സിൽക്കി കോട്ട സാരി, നെറ്റ് കോട്ട സാരിക്ക് അത്യാവശ്യം വിസിബിൾ ആയതുകൊണ്ട് നമുക്ക് പിക്ചർ താഴെ വെച്ചിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരക്കാം. ഇത് ഡാർക്ക് കളർ സാരി ആയതുകൊണ്ട് ഞാനിത് വരക്കാനായിട്ട് വൈറ്റ് കളർ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ഗ്ലാസ് മാർക്കർ എന്ന് പറയുന്ന പെൻസിൽ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് ആ പെൻസിൽ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വരക്കാനും യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊന്നുകൂടി നിങ്ങളെ കാണിക്കാം. കണ്ടോ? അപ്സരയുടെ പെൻസിലാണ് ഗ്ലാസ് മാർക്കർ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സാരിയുടെ മുകളിൽ കൂടി നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ അത്യാവശ്യം വൃത്തിയിൽ വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് കൂടി നോക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഞാനൊരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് ത്രെഡും നീഡിലും എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ?
ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡിസൈൻ ഒന്ന് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നതാണ് കൂടുതൽ താല്പര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡിസൈൻ എടുത്ത് അതിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ കിട്ടില്ല. അതേസമയം നമ്മൾ വർക്ക് ചെയ്തൊരു പിക്ചർ കാണിച്ചിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പിക്ചർ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ കുറച്ച് വർക്ക് ചെയ്തിട്ട് കാണിക്കുന്നത്. കണ്ടോ, ഈ ഫ്ലവറിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് എടുത്തിട്ട്, അതായത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ചെയിൻ പോലെയായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കണക്ട് ചെയ്ത് ബ്ലാങ്കറ്റ് ചുറ്റിലും ചെയ്യുന്നു. അപ്പോൾ ഓരോ പെറ്റലും നല്ല സ്പ്രെഡായിട്ട് വരുന്ന വിധത്തിൽ നീറ്റായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ്. അതായത് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കുന്ന സമയത്ത് ബേസിക് സ്റ്റിച്ചസിൻ്റെ കൂടെ വരുന്ന സ്റ്റിച്ചാണിത്. പക്ഷെ അത് യൂസ് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഫില്ലിങ് വരുമ്പോഴേക്കും ഒരു എന്താ പറയുക, നല്ലൊരു പൂവിൻ്റെ എഫക്റ്റ് കിട്ടും. അതേസമയം നമ്മൾ ഇതേപോലെ 2 അതിൽ കൂടുതൽ ഷെയ്ഡ് ത്രെഡ് കൂടി യൂസ് ചെയ്താൽ ഫ്ലവേഴ്സ് കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്യുക. അതല്ല ഷെയ്ഡഡ് ത്രെഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സിംഗിൾ കളറിൽ തന്നെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഞാൻ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, സാരി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് വേണം ടൈ ചെയ്യാനായിട്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സാരി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുക്കാം. അപ്പോൾ എന്താ പറയുക, ഫ്ലവറിന് കുറച്ച് പ്രൊജക്ഷൻ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് എടുത്തു. അതായത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇത് വർക്ക് ചെയ്യാൻ പറഞ്ഞ ആൻറ്റിയുടെ ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ, ഫ്ലവറിന് ഒത്തിരി പ്രൊജക്ഷൻ പാടില്ല, പക്ഷേ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവണം എന്ന്. അപ്പോൾ അത്യാവശ്യം ഇതിൽ നല്ല എന്താ പറയുക, സ്പ്രെഡായിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫ്ലവറും വേണം, അതേസമയം ഫില്ലിങ്ങും വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു 6 സ്ട്രാൻഡ്സിന് പകരം 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് വർക്ക് ചെയ്യാമെന്ന്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കാം കേട്ടോ. അതേപോലെ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്താലും ഭംഗിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും ഷെയ്ഡഡ് കളേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളേഴ്സ് സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു കളർ വേണം ഈ സാരിയിൽ ചെയ്യാനായിട്ടെന്ന്. എപ്പോഴും ഞാൻ ഈ ഡാർക്ക് ബ്ലാക്കിൽ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ വിചാരിച്ചു ഫ്ലവറിന് കുറച്ച് എന്താ പറയുക, ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ കളർ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാനുള്ള കൂടുതൽ ഐഡിയ കിട്ടും. പിന്നെ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓരോ പെറ്റൽസും. അപ്പം ഏകദേശം എത്ര പ്രാവശ്യം ഒരു പെറ്റലിൽ സ്റ്റിച്ചസ് വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു കൗണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പെറ്റൽ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് സാധിക്കും. ചില പോർഷനൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒത്തിരി ലാഗിങ് ആയി പോവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ 1-2 പ്രാവശ്യം ഇപ്പോൾ ഡൗട്ട് എന്തെങ്കിലും തോന്നുക അങ്ങനെ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊന്ന് കാണാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ കളറ് ബ്ലാക്ക് സാരി വർക്ക് ചെയ്യുമ്പോൾ ഈ കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബ്ലാക്ക് ആയതുകൊണ്ട് ഏത് കളർ കൊടുത്താലും ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു യെല്ലോയുടെ ഷെയ്ഡ്, അതായത് ഒരു മാംഗോ യെല്ലോ, അതും അതിൻ്റെ ഷെയ്ഡൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. പല കളേഴ്സ് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. പുതിയ സാരീസിൻ്റെ വീഡിയോസൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ഇടുന്നുണ്ട്. പുതിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനിഷ് ആവുന്നതനുസരിച്ച് കാണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, സ്കൂൾ വെക്കേഷനായി, അപ്പോൾ ഇനി കുറച്ച് സമയം കൂടുതൽ കിട്ടുമെന്ന്. പക്ഷേ അതൊക്കെ വെറുതെ ആട്ടോ. വെക്കേഷൻ വരുമ്പോൾ ഓരോ പ്ലാനും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോവുമായിരിക്കും. എന്നാലും ഒത്തിരി വർക്ക് എംബ്രോയ്ഡറി ചെയ്യാനുള്ള എൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് എന്താ പറയുക, ഓരോ വർക്ക് തീരുന്നതനുസരിച്ച് വീഡിയോ ഇടാൻ ശ്രമിക്കാം. ചില എംബ്രോയ്ഡറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കാണുന്ന ആർക്കെങ്കിലും ചെയ്ത് നോക്കാൻ തോന്നും കേട്ടോ.
അപ്പോൾ എൻ്റെ ഫ്രണ്ട് കവിത മിസ് ഇത് കണ്ടിട്ട് മിസ്സിന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മിസ് ബ്ലാക്ക് സാരിയൊക്കെ ആയിട്ട് റെഡിയായിരിക്കുന്നുണ്ട്. എന്തായാലും വെക്കേഷന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു എനിക്ക് ഇതേപോലൊരു വർക്ക് ചെയ്യണം സ്കൂളിൻ്റെ റീ ഓപ്പണിങ് സമയത്ത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രോഗ്രാംസൊക്കെ വരാറുണ്ട്. അപ്പോൾ സാരി നമ്മൾ വർക്ക് ചെയ്ത സാരിയൊക്കെ വേറെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയാലോ. അപ്പോൾ അങ്ങനെ സാരി വർക്ക് ചെയ്ത് വേറെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കവിത മിസ് ഞാനിവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും ഫോട്ടോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഡിസൈൻ ബ്ലാക്ക് സാരി തന്നെ വേണമെന്നില്ല കേട്ടോ, വേറെ ഏത് സാരിയിൽ ചെയ്താലും കാണാൻ ഭംഗിയായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന ത്രെഡിൻ്റെ കളർ അനുസരിച്ചിരിക്കും അതിൻ്റെ ഭംഗി കൂടുതലായിട്ട് വരുന്നത്. ഞാനിതിൻ്റെ ഒരു വീഡിയോ കണ്ടതൊരു യെല്ലോ സാരിയിൽ പിങ്ക് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേരം എനിക്ക് മനസ്സിലായി ഏത് സാരി ചെയ്താലും ഭംഗിയാവും. പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ഡിസൈൻസ് എടുത്ത് നിൽക്കുന്നു. ഇതാ ഞാൻ ഈ ഫ്ലവർ പെറ്റലിൽ ഡാർക്ക് കളറ് 3 പെറ്റലിൽ കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് 2 പെറ്റൽ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്താട്ടോ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സിൽക്കി കോട്ടൺ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്യാനായിട്ട് വളരെ നല്ല മെറ്റീരിയലാണ്. അതായത് അത്യാവശ്യം മെറ്റീരിയൽ സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് ത്രെഡ് ഈ സാരിയിൽ കൂടെ വലിച്ചെടുക്കുമ്പോൾ വളരെ ഈസിയാണ്. എന്ന് വെച്ചാൽ അത്രയും ഒരു സിൽക്കി മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കൊത്തിരി സ്ട്രെയിനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എന്താ പറയുക, സോഫ്റ്റ് ഓർഗൻഡി സാരി ചെയ്യുന്ന സമയത്ത് ശരിക്ക് നമുക്ക് കൈവേദന എടുക്കേണ്ട, അതായത് ആ ഒരു തമ്പിൻ്റെ പോർഷൻ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്ന വശമൊക്കെ അത്യാവശ്യം വേദന എടുക്കുക. എന്ന് വെച്ചാൽ സാരിക്ക് നല്ല തിക്നെസ് ഉണ്ട്, സ്റ്റിഫായിട്ടുള്ള സാരി ആയതുകൊണ്ട്. പക്ഷേ സിൽക്കി കോട്ട വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സിൽക്കി കോട്ട ഒത്തിരി ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫങ്ഷണൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ആ ഒരു ടെക്സ്ചറും പിന്നെ അതിൻ്റെ ഒരു കളറ് ഷെയ്ഡ് അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫങ്ഷണൽ വെയർ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് സിൽക്കി കോട്ട. പക്ഷേ ഇതിൽ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എപ്പോഴും സെയിം വരാറില്ല. റണ്ണിങ് ബ്ലൗസ് എപ്പോഴും കോൺട്രാസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലൗസ് പ്രിഫർ ചെയ്യുന്നത് എന്താ പറയുക, സിൽക്ക് കോട്ടൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ മിഡിൽ പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് 6 സ്ട്രാൻഡ്സ് ആക്കിയിട്ടുള്ളതാണ്. ഇതിൽ 2 ടൈംസാണ് ടേൺ ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ 3 ടൈംസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ കുറച്ചുകൂടെ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 3 ടൈംസ് ടേൺ ചെയ്താൽ മതി. ഈ ഫ്രഞ്ച് നോട്ടും ഞാൻ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്രഞ്ച് നോട്ടിൻ്റെ മാത്രം ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ളിലെ പോർഷൻ, അതായത് ആ ഒരു ബ്ലാക്ക് കാണുന്ന ഭാഗം ഫില്ലാവുന്നവരെ ഈ സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യുക. അതായത് ഒരു സർക്കിൾ വരുന്ന ആ ഒരു ഷേപ്പിൽ. ഇതിൽ ഞാൻ വിചാരിച്ചു ഈ ഒരു കളർ ഇതിന് അത്യാവശ്യം മാച്ചായിട്ട് പോവും. അങ്ങനെയാണ് ഈ ഒരു കളറിലേക്ക് എത്തിയത് കേട്ടോ. എനിക്കത് വർക്ക് ചെയ്ത് ഫിനിഷായപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വേറെ കളേഴ്സൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളേഴ്സ് ഷെയ്ഡ്സ് എല്ലാം പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പിൻട്രസ്റ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഹാൻഡ് വർക്ക് ഓൺ ബ്ലാക്ക് സാരി. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി കളേഴ്സൊക്കെ വരും. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ ആ കളറിലെ ത്രെഡ് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള വർക്ക് ചെയ്ത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലീഫിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം എന്ന് വെച്ചാൽ സാരി അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് ചെറിയ സ്റ്റെം വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരാതെ അടുത്തടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നു അത്രയും നമ്മുടെ ഡിസൈനിന് പെർഫെക്ഷൻ കൂടും. അപ്പം ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലോത്തിൽ ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ സാരിയിൽ വർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ലീഫ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബഞ്ച് ഓഫ് ലീഫിന് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ബഞ്ചിന് ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് ഇതിലെടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ കൊടുക്കുക. അങ്ങനെ മാറ്റി മാറ്റിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
സാരി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. ഞാൻ ഈ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് സാരിയുടെ താഴേന്ന് വിരലുകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ത്രെഡ് കോർത്തെടുക്കാനായിട്ട് സാധിക്കും. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നുള്ളൂ. പിന്നെ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വേഗം നമ്മുടെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മുടെ ഒരു ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ലീഫ് കൂടി ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിക്കാം. അതിന് മുന്നേ ഇതെങ്ങനെയാണ് ടൈ ചെയ്യുന്നതെന്നും കൂടി കാണിക്കാം. എന്ന് വെച്ചാൽ നല്ല കെയർഫുള്ളായിട്ട് ടൈ ചെയ്യണം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു, സാരി അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് വേണം ടൈ ചെയ്യാനായിട്ട്. ഡിസൈൻ വരച്ചിട്ട് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്തി ആവും കേട്ടോ. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സമയം എടുക്കും ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവണം, ആ ഒരു ഉദ്ദേശത്തിലാണ് മാക്സിമം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് നെക്സ്റ്റ് ഒരു ലീഫ് കൂടി ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ അത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡാക്കി കാണിക്കാം. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 1 വീക്കായിട്ടോ. ചില സമയത്ത് നമുക്ക് മടി തോന്നും, സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡിലേ ആയത്. അതുപോലെ എൻ്റെ ഓർക്കിഡ്സിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അതും പോസ്റ്റ് ചെയ്യാം. ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കിഡിൻ്റെ വീഡിയോ ഇടോ, അതെങ്ങനെയാണ് അമ്മ കെയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അമ്മേനെ ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് ഞാൻ ചോദിക്കാം എന്തൊക്കെയാണ് അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന വളം എന്നൊക്കെ. അപ്പോൾ അതും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയുക, വെക്കേഷന് മാക്സിമം പുതിയ പുതിയ ഡിസൈൻസൊക്കെ ചെയ്ത് നോക്കാം. അതേപോലെ എൻ്റെ ചിക്കൻ കറി വർക്കിൻ്റെ സാരിയൊക്കെ 2-3 ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫിനിഷ് ചെയ്ത് മാക്സിമം അത് വെയർ ചെയ്തൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈനിൻ്റെ ഒരു എന്താ പറയുക,